നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ബിസി ലൈഫിൽ ഏറ്റവും വേഗത്തിൽ തീർന്നു പോകുന്ന, എന്നാൽ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര പണം കൊടുത്താലും ഒരിക്കലും തിരിച്ചു വാങ്ങാൻ കിട്ടാത്ത ഏറ്റവും വിലപ്പെട്ട അസറ്റ് അഥവാ സമ്പാദ്യം എന്താണെന്ന്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം സമയം തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള വല്ലാത്തൊരു ഓട്ടപ്പാച്ചിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ഇതിനിടയിൽ റോഡിലെ വലിയ ട്രാഫിക് ബ്ലോക്കിലും റെയിൽവേ ക്രോസുകളിലുമായി നമ്മൾ എത്രയോ മണിക്കൂറുകളാണ് ഓരോ ദിവസവും വെറുതെ വേസ്റ്റാക്കി കളയുന്നത്. ഫാമിലിയോടൊപ്പം കുറച്ചു സമയം സമാധാനമായി സംസാരിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ചിലവഴിക്കേണ്ട ആ സുന്ദരമായ നിമിഷങ്ങളാണ് റോഡിലെ പുകയിലും പൊടിയിലും നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഓരോ സാധാരണക്കാരനും അവൻ്റെ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അത് വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നത് മാത്രമല്ല, മറിച്ച് ഓരോ സാധാരണക്കാരൻ്റെയും ദൈനംദിന യാത്രകളിലെ ദുരിതവും അനാവശ്യമായ കാത്തിരിപ്പുകളും പൂർണ്ണമായും അവസാനിപ്പിച്ച് അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള മികച്ച സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പഞ്ചാബിൻ്റെയും ചണ്ഡീഗഡിൻ്റെയും വികസന ചരിത്രത്തിൽ ഇന്നൊരു പുതിയ അധ്യായം കുറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ആ വിലപ്പെട്ട സമയം നമുക്ക് തന്നെ തിരികെ നൽകാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. പലപ്പോഴും മോദി സർക്കാരിൻ്റെ നയങ്ങളെയും വികസനങ്ങളെയും എപ്പോഴും എതിർക്കാനും കുറ്റം പറയാനും മാത്രം നടക്കുന്ന ചില ആളുകളും രാഷ്ട്രീയ നേതാക്കളും നമുക്കിടയിലുണ്ട്. എന്നാൽ അവർക്കുള്ള ഏറ്റവും കൃത്യമായ മറുപടിയാണ് ഇന്ന് ഈ മണ്ണിൽ കാണുന്ന വികസനത്തിൻ്റെ യഥാർത്ഥ പവർ അഥവാ മോദി പ്രഭാവം. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായി മാറ്റാൻ പോകുന്ന ആ വമ്പൻ പദ്ധതികളെന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 5470 കോടി രൂപയുടെ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു നാടിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല. നാളെയുടെ വികസനത്തിന് വേണ്ടിയുള്ള വലിയൊരു നിക്ഷേപമാണത്. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ പണ്ട് കണ്ടിരുന്ന ആ പഴയ സ്റ്റേഷന്റെ ചിത്രമല്ല ഇന്നുള്ളത്. അത് പൂർണ്ണമായും ഹൈടെക് ആയി മാറിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ പഞ്ചാബിലെ പ്രധാനപ്പെട്ട 4 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അതിവേഗം മാറുന്നത്. ഇത് കേവലം കെട്ടിടങ്ങൾ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന മനോഹരമായ കാഴ്ചകളായാണ് ഓരോ റെയിൽവേ സ്റ്റേഷനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് എയർപോർട്ടുകൾക്ക് സമാനമായ സുഖസൗകര്യങ്ങൾ, അതായത് അത്യാധുനിക വെയിറ്റിംഗ് ലോഞ്ചുകൾ, എസ്കലേറ്ററുകൾ, മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള ലിഫ്റ്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ഇനി നമുക്ക് ട്രെയിനുകളുടെയും പുതിയ റെയിൽവേ സർവീസുകളുടെയും കാര്യത്തിലേക്ക് വരാം. കാർട്ടോലി അംബാല ട്രെയിൻ സർവീസും അതിലുപരി ഭക്തിയും സംസ്കാരവും ഒത്തുചേരുന്ന അമൃത്സർ വാരണാസി ട്രെയിൻ സർവീസും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു സ്വപ്നതുല്യമായ യാഥാർത്ഥ്യമാണ് സമ്മാനിക്കുന്നത്. പുണ്യഭൂമിയായ വാരണാസിയിലേക്ക് പഞ്ചാബിന്റെ മണ്ണിൽ നിന്നും ഇനി യാത്ര കൂടുതൽ സുഗമമാകും. ദൗലത്പൂർ ചൗക്ക് കാർട്ടോലി പാതയിലൂടെ പഞ്ചാബും ഹിമാചൽ പ്രദേശും തമ്മിലുള്ള ദൂരം വളരെയധികം കുറയുമ്പോൾ കാലങ്ങളായി ദീർഘദൂര യാത്രകളിൽ ബുദ്ധിമുട്ടിയിരുന്ന എത്രയോ തീർത്ഥാടകരുടെയും സാധാരണക്കാരുടെയും വലിയൊരു യാത്രാ ക്ലേശമാണ് ഇവിടെ എന്നേക്കുമായി ഇല്ലാതാകുന്നത്. കുന്നുകളും മലകളും താണ്ടിയുള്ള യാത്രകൾ ഇനി ട്രെയിനിലൂടെ സുരക്ഷിതമായി മാറും. അതുപോലെ തന്നെ റോഡ് യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേയുടെ പുതിയ 4 വരി പാതയും ലുധിയാന ബദിന്ന ബൈപ്പാസും യാത്രാസമയം വളരെയധികം കുറയ്ക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആ പഴയ നാളുകൾക്ക് വിട നൽകി അതിവേഗത്തിലും സുരക്ഷിതമായും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഇത് സഹായിക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഡ്രൈവിങ്ങിന്റെ ക്ഷീണമില്ലാതെ സമയം ലാഭിച്ച് വീട്ടിലെത്താൻ കഴിയുക എന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമല്ലേ? ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടത്. വെറുതെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ ഇതൊക്കെയൊന്ന് കാണണം. മോദിക്കെതിരെ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഗ്രൗണ്ട് ലെവലിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം വികസനങ്ങളിലൂടെയാണ് മോദി സർക്കാർ തങ്ങളുടെ പവർ തെളിയിക്കുന്നത്. ഇത്രയും വലിയ റെയിൽവേ റോഡ് വികസനങ്ങൾ കൊണ്ട് മാത്രം ഈ പദ്ധതികൾ തീരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചണ്ഡീഗഡിൽ മാത്രം ഏകദേശം 4700 കോടി രൂപയുടെ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതികളാണ് പുതുതായി ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു നാടിൻ്റെ പുരോഗതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ പോലെ തന്നെ പ്രധാനമാണ് അവിടുത്തെ ജനങ്ങളുടെ ഹെൽത്തും നല്ലൊരു എഡ്യൂക്കേഷനും. പ്രശസ്തമായ PGIMER ആശുപത്രിയിലെ പുതിയ അഡ്വാൻസ്ഡ് മദർ ആൻഡ് ചൈൽഡ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് വെറുമൊരു ആശുപത്രി കെട്ടിടമല്ല, മറിച്ച് വരും തലമുറയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ കൃത്യസമയത്ത് ആധുനിക ചികിത്സയിലൂടെ രക്ഷിക്കാനുള്ള വലിയൊരു കരുതലാണ്.
ആധുനിക സൗകര്യങ്ങളുള്ള പ്രസവ മുറികളും അത്യാധുനിക ICU സംവിധാനങ്ങളും ഇതിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകും. പാവപ്പെട്ട ആളുകൾക്ക് വലിയ ചിലവില്ലാതെ മികച്ച ചികിത്സ ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. രാഷ്ട്രീയം എന്തായാലും ഒരു നാടിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടെ ഇത്തരം വികസനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുമ്പോൾ അത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം തന്നെയാണ് ഉയർത്തുന്നത്. ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിലെ ഓരോ രൂപയും അവരുടെ തന്നെ നന്മയ്ക്കും ആരോഗ്യത്തിനും സുഖ സൗകര്യത്തിനുമായി വിവേകത്തോടെ ചെലവാക്കുമ്പോൾ അത് നാടിന്റെ ആകെ തുകയുള്ള പുരോഗതിക്ക് കാരണമാകുന്നു. ഓരോ പദ്ധതിയും ജനങ്ങളുടെ നിത്യജീവിതത്തെ എളുപ്പമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. സുരക്ഷിതമായ റോഡുകൾ, വിമാനത്താവളങ്ങളെ വെല്ലുന്ന റെയിൽവേ സ്റ്റേഷനുകൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരു ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇത് നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ പിന്തുണയാണ് നൽകുന്നത്. വികസനം എന്നത് ഒരിടത്തു മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഇന്ന് പഞ്ചാബിലും ചണ്ഡീഗഡിലും കാണുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ നാളെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും അതിവേഗം വ്യാപിക്കേണ്ടതുണ്ട്. വേഗതയേറിയ യാത്രകളും മികച്ച ആരോഗ്യ സംവിധാനങ്ങളും ഒരു രാജ്യത്തെ ജനങ്ങളുടെ വർക്കിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ഒരു യാത്രക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന സമയം കുറയുമ്പോൾ, ഒരു പേഷ്യന്റിന് കൃത്യസമയത്ത് മികച്ച ചികിത്സ ലഭ്യമാകുമ്പോൾ, ഒരു വിദ്യാർത്ഥിക്ക് മികച്ച പഠന സൗകര്യം ഒരുങ്ങുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ വികസനം പുതിയ തലങ്ങളിലേക്ക് കുതിച്ചുയരുന്നത്. ഈ പുതിയ മാറ്റത്തിന്റെ പ്രയാണത്തിൽ നാം ഓരോരുത്തരും കൈകോർക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് നടപ്പിലാക്കുന്ന ഇത്തരം മാറ്റങ്ങൾ വരും തലമുറയ്ക്ക് മികച്ചൊരു നാളെയെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സാധാരണക്കാരന് അവന്റെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയൊരു നാളെയുടെ തുടക്കമാണ്. മെച്ചപ്പെട്ട റോഡുകളും ട്രെയിനുകളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കൂടുതൽ വേഗത്തിലാക്കും. ആളുകൾക്ക് ജോലി സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ എത്താനും ബിസിനസ് ആവശ്യങ്ങൾ എളുപ്പത്തിൽ നടത്താനും സാധിക്കും. ഒരു നാട് പുരോഗമിക്കുമ്പോൾ അവിടെയുള്ള ഓരോ ആളും അതിൻ്റെ ഫലം അനുഭവിക്കണം. അതുതന്നെയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യവും. ആളുകൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച യാത്രയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിലൂടെ രാജ്യം പുതിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മികച്ച പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ വികസന പദ്ധതികളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? മോദി സർക്കാരിന്റെ ഈ വികസനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.